ഇതാരാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഈ മുഖ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റൂല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയത്തി, ഇവിടെ +2 സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഈ നടന്നു വന്ന ഈ കോമ്പൗണ്ടാണ്, അതെ ഈ ബിൽഡിംഗ് ആണ് ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ച എൻ്റെ LP സ്കൂളിലെ ബിൽഡിംഗ് ആണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂണ്ടശ്ശേരി സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഫാദർ ജോസ് തറപ്പേലച്ഛനാണ്. തറപ്പേലച്ഛനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം തന്നത് എനിക്ക് ഒരുപാട് ഈ ഫീൽഡിൽ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് വന്നു. ഒരുപക്ഷെ റിമി സ്റ്റേജ് ഫിയർ ഇല്ലാതെ നന്നായിട്ട് ഈ അപ്പിയർ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എനിക്ക് വന്ന് റിമി KCSL ഒരു സജീവ പ്രവർത്തകയായിരുന്നു. ഞാൻ എല്ലാ കൊല്ലവും തന്നെ ക്യാമ്പുകൾക്ക് വരുമായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാലും ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഷടന്ന് ചങ്ങാത്തം പിടിച്ചു പറ്റുകയും പിരിഞ്ഞു പോകാൻ നേരത്തെ ചിലപ്പോൾ കരച്ചിൽ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് പാലക്കാട്ടെ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് റിമി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, അപ്പോൾ അന്ന് ഈ ക്യാമ്പെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ റിമി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്നാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വല്ല അപകടം ഉണ്ടായോന്ന് ഓർത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ചേച്ചിയായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പായി ഈ 3 ദിവസം കൊണ്ട്. അതുകൊണ്ട് ഈ ചേച്ചിയെ പിരിയാൻ മേലാഞ്ഞിട്ട് കരച്ചില്ല. പിന്നെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇനിയും കാണാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോരുകയത്. അച്ഛൻ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, അച്ഛനാണ് എന്നെ ശരിക്കും ആദ്യമായിട്ട് ഒരു പ്ലേബാക്ക് സിംഗറിന്റെ കൂടെ മധുചേട്ടന്റെ കൂടെയാണ് അൽഫോൺസ കോളേജ് വെച്ചിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. അത് ഒരു നല്ല ദൈവനിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മധു ബാലകൃഷ്ണൻ്റെ ഗാനമേള ഞാൻ അൽഫോൺസ കോളേജ് നടത്തിയപ്പോൾ, അപ്പോൾ ഞാൻ റിമിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ റിമിക്ക് ആദ്യം ഒരു മടിയായിരുന്നു, അത്രയും വലിയ പാട്ട് കാണാൻ അറിയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കാലയിലൊക്കെ ഒന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അന്നാണ് മധുവിൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് എനിക്ക് വന്നൊരു പ്ലേബാക്ക് സിംഗറിൻ്റെ കൂട്ടത്തിൽ ആദ്യം പാടുന്നതായിരിക്കും. കൊച്ചു അന്ന് ആദ്യം പ്രായമൊന്നുമില്ല വളരെ. അപ്പോൾ ഞാൻ അവതരിപ്പിച്ചത് തന്നെ ഞാൻ പറഞ്ഞത് പാലക്കാരുടെ പ്രശസ്തി സംഗീത ലോകത്തിലൂടെ ലോകത്തെ മുഴുവനും അറിയിക്കാൻ പോകുന്ന ഒരു കലാകാരിയാണെന്നും പറഞ്ഞാണ് ഞാൻ അവതരിപ്പിച്ചത്. ഞാനിപ്പോൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും റിമി ഇനി ഒത്തിരി വളരേണ്ട ആളാണെന്ന് എനിക്ക് ആ കാര്യത്തിൽ, കാരണം ഒത്തിരി പ്രതിഭയുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും റിമിയുടെ പരിശ്രമവും എല്ലാവരുടെയും പ്രോത്സാഹനവും വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഒത്തിരി വളരാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. ഗാനരചനയ്ക്കും സംവിധാനത്തിനും ഒക്കെ അവാർഡും കിട്ടി KCBCയുടെ അല്ലേ? അതെ, അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാട്ടോ അല്ലെങ്കിൽ അച്ഛന്റെ കാസറ്റിലെ പാട്ടോ അതിൻ്റെ നല്ല പാട്ട്. മനസ്സിലെ മോഹങ്ങൾ സുഖം തേടും ആശകൾ പാപത്തിലേക്കെന്നെ നയിച്ചിടുമ്പോൾ വഴിതെറ്റി അലയാതെ അടിതെറ്റി വീഴാതെ കുരിശിലെ ഈശോ എന്നെ കാത്തിടുന്നു, തൻ്റെ മുറിവുകൾക്കുള്ളിലെന്നെ മറച്ചിടുന്നു. ഈശോ വരണേ എൻ മനസ്സിൽ നിറയാ. അങ്ങനെ പോകുന്നു. റിമിയൊക്കെ ഈ പാട്ട് ഒത്തിരി പാടിയിട്ടുള്ളതാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. ഇനിയും അച്ഛൻ പ്രാർത്ഥിക്കണം എനിക്ക്. തീർച്ചയായിട്ടും റിമി ഇനി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, മിടുക്കിയായിട്ട്. അപ്പോൾ മമ്മി റാണി ടോമി, അനിയൻ റിങ്കു ടോമി, അപ്പ ടോമി ജോസഫ്, അനിയത്തി റീനു ടോമി. ചെറുപ്പത്തിൽ തന്നെ എല്ലാ ഡാൻസും പാട്ടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉണ്ടായി ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനാന്നേരം ഈ മോളിങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ ചെവിയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊടുത്തു. എന്താ ഈ കണ്ണേ കലൈമാനെ കണ്ണൂർ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അന്നേരം അപ്പച്ചൻ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പാടിയപ്പോഴത്തെ ഈ കൊച്ചി ഇങ്ങനെ കണ്ണ് ചെവിയിൽ ഇങ്ങനെ എത്തും. അന്നേരം അപ്പച്ചൻ പറഞ്ഞേ, നോക്ക് മോളെ ഇവിടെ നല്ല ശരിക്കും പാട്ടുകാരി തന്നെയാകുമെന്ന് അപ്പച്ചൻ അന്നേരം പറയായിരുന്നു. അച്ഛനും പാടുകാരൻ, അപ്പച്ചൻ പാട്ടുകാരനായിരുന്നേ. അതുകൊണ്ട് അങ്ങനെ പറയായിരുന്നു. അതുപോലെ എത്ര കരഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളൊരു പാട്ട് പാടി കൊടുക്കുവാണെങ്കിൽ അപ്പം തന്നെ കരച്ചിൽ നിർത്തും. എന്നിട്ട് ഇങ്ങനെ ചെവി വട്ടം പിടിക്കുക, തൊട്ടിയുടെ 2 സൈഡിലോട്ടൊക്കെ ഇങ്ങനെ എവിടുന്നാ കേൾക്കുന്നതെന്ന് ഓർത്തും. അന്നേരം എല്ലാം അപ്പച്ചൻ പറയും ഞാൻ ക്ഷണിച്ചുപാടും നല്ലൊരു പാട്ടുകാരിയാവുമെന്ന്. അല്ല എപ്പോഴും തന്നെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്തു. പാട്ടുകാരിയായില്ലെങ്കിലും മമ്മിയും കുറച്ചൊക്കെ പാടും. മമ്മിയുടെ 2 വരി നമ്മള് ചുമ്മാ വീട്ടിൽ അതൊക്കെ ചുമ്മാ പാടും. ജാട ഇറക്കും, നല്ല നമുക്കത് നോക്കാം. 2 വരി അമ്മി പാടാമോ? 2 വരി എന്തെങ്കിലും പഴയ പാട്ടൊക്കെ അറിയത്തില്ല. അയ്യോ ഞാൻ പാടിക്കൊള്ളാകുന്നില്ല. 2 വരി പാടിക്കോ. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ
അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ എല്ലാ പാട്ടും പഠിപ്പിച്ചിരുന്നത് മമ്മിയാണ്. ഒന്നിച്ച് അപ്പോൾ ഒരു സിനിമാ പാട്ടുകളായിരുന്നു ഓരോ മത്സരങ്ങളിലൊക്കെ അല്ലേ? എല്ലാ പാട്ടും തന്നെ അന്ന് ഒരു 4 ലൈനൊക്കെ പാടുമായിരുന്നു. അന്നത്തെ ആ ഉണ്ണി വാവ എന്നുള്ള പാട്ടൊക്കെ ഞാൻ തൊട്ടിയിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട്, ഞാൻ ചിലപ്പോൾ ഉണ്ടല്ലോ അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് അടുക്കളയിലോട്ട് പോകും. അന്നേരം ഉറങ്ങി നോക്കി ഓർത്തേക്കാം. പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തൊട്ടി കിടന്ന ഒരാൾ അതിന് മൂടുവാ. ഞാൻ നിങ്ങൾക്ക് ഒരാൾ തൊട്ടി കിടന്നിട്ട് ഇങ്ങനെ മൂടുവാ, പാട്ട് കാലിങ്ങനെ ആട്ടിക്കൊണ്ട്. അതുകൊണ്ട് പാട്ട് അന്നേരം ഭയങ്കര ഇഷ്ടമാണ്. എത്ര കരഞ്ഞാലും പാട്ട് പാടിയാൽ മതി, മിണ്ടാതിരുന്നോളൂ. 3.5 വയസ്സായപ്പം അസംഷൻ നഴ്സറി വിട്ടു, LKG-യിൽ. അപ്പോൾ അവിടുത്തെ പിന്നെ മത്സരത്തിന് അപ്പം ഞങ്ങളൊരു സിനിമ കാണാൻ പോയായിരുന്നു. ആ സിനിമ എന്തായിരുന്നു? കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ. ആ സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ട്, അപ്പോൾ എനിക്ക് ഈ കൊച്ചിനൊരു പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നേരത്തെ പോലെ ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കണ്ണാന്തുമ്പി ഞങ്ങൾ പാട്ട് കേട്ടു. അപ്പോൾ ടോഞ്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയ പാട്ടാണ്, ഈ പാട്ട് കൊച്ചിനെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാട്ട് പഠിപ്പിച്ച്, അപ്പോൾ അന്ന് ഫസ്റ്റും കിട്ടി. എല്ലാ ആത്മപ്രശംസ പറയൂ. LKG UKG-ലെല്ലാം പുള്ളിക്കാരത്തേക്കായിരുന്നു എല്ലാത്തിനും, പാട്ട്, ഡാൻസ്, ഇങ്ങനെ എന്താ നന്ദി. കോമഡി പ്രോഗ്രാം ബ്രേക്ക് ഡാൻസ് എന്നല്ല അന്ന് പറയുന്നത്, ഡിസ്കോ ഡാൻസ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡാൻസ്, മോണാക്ട് എല്ലാത്തിനും ഉണ്ട്, കുഞ്ഞിലുള്ള എല്ലാത്തിനും ചേർത്തിട്ടുണ്ട്. എല്ലാം ചേർത്തിനും പുള്ളിക്കാരത്തേക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നല്ല.